മുത്തശ്ശ മുത്തശ്ശ ഇന്ന് കണ്ണന്റെ ഏത് കഥയാ പറയണേ? എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും മുത്തശ്ശൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ കഥ പറയാൻ പോണത് അക്രൂരൻ്റെ വീട്ടിലേക്ക് ശ്രീകൃഷ്ണൻ പോയതാണ്. അവിടെ ചെന്നിട്ട് ഉണ്ടായ സംഭവങ്ങൾ അതാണെന്ന് നമ്മൾ പറയണത് കേട്ടോ. അതിനു മുമ്പായിട്ട് നമുക്ക് ശ്ലോകങ്ങൾ ചൊല്ലാം. പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം. അപ്പം അത് ചൊല്ലും, അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം. വക്രതുണ്ട മഹാകായം കോടി സൂര്യ സമപ്രഭം സമപ്രഭം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖിലാൻ അപരാധാൻ മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാൻ അപരാധാൻ മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ലാം. അപ്പം ശ്ലോകങ്ങളൊക്കെ എല്ലാവരും നല്ല പോലെ ചൊല്ലി. ഇപ്പം എല്ലാവർക്കും അത് മനപ്പാഠമായിട്ടുണ്ടാവും, ബൈഹാർട്ടായിട്ടുണ്ടാവും. ഇനി എല്ലാ ദിവസവും മുത്തശ്ശൻ്റെ പ്രഭാഷണം കഴിഞ്ഞാലും, ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ പ്രഭാഷണം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോഴും നിങ്ങളിത് ദിവസവും ഈ 6 ശ്ലോകം ഗണപതിയെ, സരസ്വതിയെ, ഗുരുനാഥനെ, അച്ഛനെ, അമ്മയെ, പിന്നെ കണ്ണനെ, ഇങ്ങനെ ഈ 6 ശ്ലോകം തെറ്റാണ്ട് ദിവസവും കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോണതിന് മുമ്പ് ചൊല്ലുക കേട്ടോ. അപ്പം ഇന്ന് ശ്രീകൃഷ്ണൻ മധുരയിലേക്ക് വന്നു, കംസനെ കൊന്നു. അത് കഴിഞ്ഞ് പിന്നീട് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി. അവിടെ ചെന്ന് വിദ്യകളൊക്കെ പഠിച്ചു. പിന്നെ വീണ്ടും മധുരയിലേക്ക് തന്നെ വന്നു. അപ്പോൾ മധുരയിലേക്ക് വന്ന സമയത്ത് തന്നെ അക്രൂരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന്. അപ്പം ശരി, പിന്നെ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ കണ്ണൻ 2 സ്ഥലത്തേക്ക് പോയി എന്നാണ്. ആദ്യം പോയത് അവിടെ നമ്മൾ കംസനെ കൊല്ലണതിന് മുമ്പ് ഒരു
കൂനിപ്പെണ്ണിനെ സുന്ദരിയാക്കിയില്ലേ കണ്ണൻ, ആ സുന്ദരിയുടെ വീട്ടിലേക്ക് പോയി. പിന്നീട് ഏട്ടനോടും അതേപോലെ ഉദ്ധവനോടും, ഉദ്ധവനാരാ? ഉഗ്രസേന ചക്രവർത്തിയുടെ മന്ത്രി, കണ്ണൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ആ ഉദ്ധവനാണ് നന്ദഗോപരുടെ അടുത്തും യശോദയുടെ അടുത്തും ഗോപികുമാരുടെ അടുത്തൊക്കെ പോയി വന്നത്. അത് നമ്മൾ കേട്ടു. ഇങ്ങനെ ശ്രീകൃഷ്ണൻ അക്രൂരൻ്റെ അടുത്തേക്ക് ചെന്നു. സത്യത്തിൽ അക്രൂരൻ്റെ ഒരു ഏട്ടനാണ് വസുദേവര് എന്നാണ്. അങ്ങനെ രാമനെയും കൃഷ്ണനെയും അക്രൂരൻ, ഒരർത്ഥത്തിൽ അക്രൂരൻ രാമകൃഷ്ണന്മാരുടെ ചെറിയച്ഛനാണ്. അപ്പോൾ അവിടെ പക്ഷെ ചെന്നപ്പോൾ ഈശ്വരന്മാരായിട്ട് കണ്ടുകൊണ്ട് അക്രൂരൻ രണ്ടുപേരെയും സ്വീകരിച്ചു. എന്നിട്ട് രണ്ടുപേരെയും രണ്ട് സിംഹാസനത്തിൽ പീഠത്തിലിരുത്തി കാലൊക്കെ കഴുകിച്ചു. പട്ടുവസ്ത്രങ്ങൾ, മാലകൾ, കുറിക്കൂട്ടുകൾ, ആഭരണങ്ങൾ ഒക്കെ അവർക്ക് സമ്മാനിച്ചു. എന്നിട്ട് കണ്ണൻ്റെ താമരപ്പൂ പോലെയുള്ള കാല് അത് മടിയിലേക്ക് എടുത്തു വെച്ചു അത്രേ. എന്നിട്ട് പറഞ്ഞു, ആ കംസനെയും അതേപോലെ കംസനോടൊപ്പം ഉണ്ടായിരുന്ന ദുഷ്ടന്മാരെയൊക്കെ കൊന്നില്ലേ, വളരെ സന്തോഷമായി എന്ന് പറയുകയാണ്. ഈ യാദവ വംശത്തെ നിങ്ങൾ രക്ഷിച്ചു, നിങ്ങൾ രണ്ടുപേരും ഈശ്വരന്മാർ തന്നെയാണ് എന്നൊക്കെ പറയണു. അതോടൊപ്പം തന്നെ കൃഷ്ണനെ പ്രത്യേകമായിട്ട് സ്തുതിച്ചു. ഏതായാലും എൻ്റെ ഈ ഗൃഹത്തിലേക്ക് വന്നത് വലിയ സന്തോഷമായി. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീട് ഇപ്പം എന്തായി, ഒരു തീർത്ഥം പോലെയായി. തീർത്ഥത്തിലൊക്കെ മുങ്ങിക്കുളിച്ചാൽ, ഗംഗ പോലുള്ള പുണ്യനദികളിലൊക്കെ മുങ്ങിക്കുളിച്ചാൽ നമ്മൾ അകവും പുറവും ശുദ്ധാവും എന്നാണ് പറയുക. നല്ല ആളുകളായിട്ട് തീരും. സജ്ജന സംസർഗം പോലെയാണ് ഈ തീർത്ഥങ്ങളിലൊക്കെ മുങ്ങിക്കുളിക്കുക എന്ന് പറഞ്ഞാൽ. ഏതായാലും അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വന്നത് വലിയ സന്തോഷമായി. അങ്ങ് വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മധുരയിൽ വന്നപ്പോൾ, അത് ഇതാ സത്യമാക്കി, വലിയ സന്തോഷം എന്ന് പറയുകയാണ്. അക്രൂരൻ ഇങ്ങനെ കേമായിട്ട് കണ്ണനെ സ്തുതിച്ചപ്പോൾ കണ്ണൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബന്ധുക്കളിൽ ഒരാളാണ് അങ്ങ്. അങ്ങ് ഞങ്ങളെ രക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് അങ്ങയെപ്പോലുള്ള ആളുകളെ ആശ്രയിക്കുകയാണ് വേണ്ടത്. സത്യത്തിൽ ദേവന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്തുതിക്കുന്ന ആളുകളെ, അവരെ ഭജിക്കുന്ന ആളുകളെ മാത്രം അനുഗ്രഹിക്കും. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആളുകൾ, സജ്ജനങ്ങളെങ്ങനെയാണ്? അവരെല്ലാവരെയും അനുഗ്രഹിക്കും, തങ്ങളെ ആശ്രയിക്കാത്തവരെയും അനുഗ്രഹിക്കും. അപ്പോൾ അതുകൊണ്ട് സജ്ജനങ്ങളായിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളെ കണ്ടത് വലിയ സന്തോഷമായി. ഇനി ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു കണ്ണൻ. അപ്പോൾ അക്രൂരൻ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു. എന്നിട്ട് കണ്ണനോട് ചോദിച്ചു, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാനത് ചെയ്യാം എന്ന് അക്രൂരൻ കണ്ണന് ഉറപ്പ് കൊടുത്തു. അങ്ങനെ അക്രൂരനോട് കണ്ണൻ പറഞ്ഞു, ഞങ്ങളുടെ ബന്ധുക്കളാണ് പാണ്ഡവന്മാർ. അങ്ങക്കറിയാലോ, എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് പാണ്ഡവന്മാരുടെ അമ്മയായ കുന്തിദേവി. ഭർത്താവായ പാണ്ഡു മരിച്ചതിനു ശേഷം ആ വിധവയായ അച്ഛമ്മങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങൾക്കറിയാം. അപ്പം അങ്ങ് പോയിട്ട് പാണ്ഡവന്മാരുടെ, പഞ്ചപാണ്ഡവന്മാർ എന്നറിയപ്പെടുന്ന ധർമ്മപുത്രർ, ഭീമസേനൻ, അർജുനൻ, പിന്നെ ഇരട്ടകളായ നകുല സഹദേവന്മാർ, അവരുടെയൊക്കെ വിശേഷങ്ങൾ അറിഞ്ഞു വരണേ എന്ന് പറയുകയാണ്. ഇപ്പോൾ പാണ്ഡവന്മാർ അമ്മയോടുകൂടി ഇപ്പോൾ ഹസ്തിനപുരിയിൽ ധൃതരാഷ്ട്രരുടെ കൂടെയാണ് താമസിക്കണത്. എന്നാൽ ഈ ധൃതരാഷ്ട്രർക്ക് എനിക്കറിയാം, അക്രൂരനോട് പറയുകയാണ്, ചെറിയച്ഛ, ഈ ധൃതരാഷ്ട്രർ
സ്വന്തം മകനായ ദുര്യോധനനോടുള്ള സ്നേഹം കാരണം, ആ സ്വാർത്ഥത കാരണം ഈ പാണ്ഡവന്മാരെ ഒന്നും വേണ്ട പോലെ കണക്കാക്കണില്ല. അവർക്ക് വേണ്ട സഹായങ്ങളൊന്നും ചെയ്യണില്ല എന്ന് മാത്രമല്ല, അവരെ പലപ്പോഴും ഈ ദുര്യോധനൻ പല രീതിയിൽ കഷ്ടപ്പെടുത്തുമ്പോൾ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഈ ധൃതരാഷ്ട്രർ. അപ്പം ഇതൊക്കെ ഒന്ന് പോയി അവിടെ പോയി അറിയാം. ദുഷ്ടന്മാരായ പുത്രന്മാർക്ക് വേണ്ടി സ്വാർത്ഥനായ, കണ്ണ് കാണാത്ത അന്ധനായ ആ ധൃതരാഷ്ട്രർ പാണ്ഡവരോട് സ്നേഹം കാണിക്കണില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും വിദ്വേഷം, ഓരോ തരത്തിൽ ദ്രോഹങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ പോയി അവരുടെ വിവരം എന്തായാലും, അവർക്ക് നന്മയാണോ തിന്മയാണോ, സുഖമാണോ ദുഃഖമാണോ, മാനമാണോ അപമാനമാണോ അവർക്ക് അനുഭവപ്പെടുന്നത്, അത് അങ്ങ് തന്നെ പോയി അന്വേഷിച്ച് ഒന്ന് പറയണം. എന്നിട്ട് വേണം, അങ്ങ് അവിടെ പോയി വന്നതിന് ശേഷം വേണം ഞങ്ങൾക്ക് ആ പാണ്ഡവന്മാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അക്രൂരനോട് കണ്ണൻ ഇതിങ്ങനെ പറഞ്ഞു. അക്രൂരൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ നാളെ തന്നെ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് ഹസ്തിനപുരിയിൽ പോയി ധൃതരാഷ്ട്രരെയും ദുര്യോധനെയും അതേപോലെ പാണ്ഡുപുത്രന്മാരായിരിക്കുന്ന ആ പാണ്ഡവന്മാരെയും ഒക്കെ കണ്ട്, കുന്തിദേവിയെ കണ്ട് വേണ്ട രീതിയിലൊക്കെ സമാധാനിപ്പിച്ച് എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ഞാൻ അധികം വൈകാതെ കണ്ണൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്ന് അവിടെ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി അക്രൂരൻ്റെ സൽക്കാരമൊക്കെ സ്വീകരിച്ച രാമനും കൃഷ്ണനും അതേപോലെ ഉദ്ധവരും അവരവരുടെ ഗൃഹങ്ങളിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു എന്നാണ്. അക്രൂരൻ കണ്ണൻ പറഞ്ഞതനുസരിച്ച് ഒട്ടും സമയം കളയാതെ പിറ്റേന്ന് കാലത്ത് തന്നെ കണ്ണനെ കാണാൻ മധുരയിലേക്ക് പോയതുപോലെ തന്നെ അതിരാവിലെ നേരത്തെ എഴുന്നേറ്റ് അക്രൂരൻ രഥത്തിൽ കയറി നേരെ ഹസ്തിനപുരിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഹസ്തിനപുരിയിൽ ചെന്നിട്ടോ ധൃതരാഷ്ട്ര മഹാരാജാവ്, അതേപോലെ ഭീഷ്മർ, ദ്രോണർ, വിതുരൻ, കുന്തി, സോമദത്തൻ, ബാൽഹീകൻ, കൃപര്, കർണൻ, ദുര്യോധനൻ, അശ്വത്ഥാമാവ്, പിന്നെ പാണ്ഡവർ, ഇവരെയും മറ്റു ബന്ധുക്കളെയൊക്കെ കണ്ടു. എന്നിട്ട് അക്രൂരൻ അവരുടെ ക്ഷേമത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. ഭഗവാൻ കണ്ണൻ പറഞ്ഞതുപോലെ തന്നെ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ പെരുമാറ്റ രീതി അത്യന്തം സ്വാർത്ഥത നിറഞ്ഞതാണ് എന്ന് അക്രൂരൻ അവിടുത്തെ താമസത്തു നിന്ന് മനസ്സിലായി. പാണ്ഡവന്മാരോട് ആ ജനങ്ങൾക്ക്, പ്രജകൾക്കുള്ള വലിയ സ്നേഹം, ആദരവൊക്കെ കണ്ടപ്പോൾ ഈ ദുര്യോധനൻ ഭീമസേനന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയതും പാണ്ഡവന്മാരെയൊക്കെ നശിപ്പിക്കാൻ നോക്കുന്നതൊക്കെ വിതുരനിൽ നിന്ന് അതേപോലെ കുന്തിദേവിയിൽ നിന്നൊക്കെ അക്രൂരൻ മനസ്സിലാക്കി എന്നാണ്. വിതുരൻ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും സഹോദരനാണ്, വ്യാസപുത്രനാണ്. ഭാഗവതം എഴുതിയ, മഹാഭാരതം എഴുതിയ വേദവ്യാസൻ്റെ മക്കളാണ് ഈ 3 പേരും, ധൃതരാഷ്ട്രരും പാണ്ഡുവും അതേപോലെ തന്നെ ഈ വിതുരനും. അപ്പോൾ അക്രൂരൻ ഇതൊക്കെ അറിഞ്ഞു എന്ന് പറയുന്നു. കുന്തിദേവി തൻ്റെ വിഷമം മുഴുവൻ അക്രൂരൻ്റെ മുമ്പിൽ പങ്കുവച്ചു എന്നാണ്. വസുദേവരെക്കുറിച്ചും വസുദേവരുടെ മകൻ ശ്രീകൃഷ്ണനെക്കുറിച്ചും ആ രാമനെക്കുറിച്ചും ഒക്കെ ചോദിച്ചു. അവരൊക്കെ ഞങ്ങളെ ഓർക്കണുണ്ടോ,
വേറൊരാശ്രയവുമില്ലാത്ത ഞങ്ങൾക്ക് അവർ മാത്രമേ ആശ്രയമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുന്തിദേവി തേങ്ങി 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 കരഞ്ഞു എന്നാണ്. അക്രൂരൻ തിരിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ധൃതരാഷ്ട്ര മഹാരാജാവിനെ കണ്ടു. അക്രൂരൻ മഹാരാജാവിനോട് ആ സന്ദേശം അവിടെ അറിയിച്ചു. ഭഗവാൻ കൊടുത്തയച്ച സന്ദേശം ധാർമ്മികമായി രാജ്യം ഭരിക്കാൻ ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ കണ്ണൻ തൻ്റെ സന്ദേശത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നു. എന്നാൽ ധൃതരാഷ്ട്ര മഹാരാജാവ് എന്താ പറഞ്ഞത്? അങ്ങയുടെ വാക്ക് വളരെ നന്നായി, പക്ഷേ എനിക്ക് ആ ഉപദേശം കേൾക്കാനുള്ളൊരു മനസ്സ് ഇപ്പം ഇല്ല. കാരണം എന്താ? ഞാൻ എൻ്റെ മക്കളെ അത്രയധികം സ്നേഹിക്കുന്നു. ഏതായാലും ആ ശ്രീകൃഷ്ണനോട് എൻ്റെ അന്വേഷണങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞു. ഏതായാലും അക്രൂരൻ തിരിച്ചു വന്നു. രാമനെയും കൃഷ്ണനെയും ആ വിവരങ്ങളൊക്കെ അറിയിച്ചു എന്ന് പറയുകയാണ്. അപ്പം മുത്തശ്ശൻ ഇപ്പം നിർത്തുകയാണ്. നാളെ നമ്മൾ ജരാസന്ധൻ എന്ന രാജാവുമായി കണ്ണൻ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. അതൊക്കെ നമുക്ക് നാളെ കേൾക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വീണ്ടും ഉമ്മ. എല്ലാവരോടും ബൈ ബൈ, സീ യു, ഓക്കേ.